എവരിവൺ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് കമ്പൈലേഴ്സ് ആയിരുന്നു. അതിനകത്ത് കുറച്ച് ടൈപ്പ് അപ്ലിക്കേഷൻസൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പിന്നെ ഒപ്റ്റിമൈസേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഡിസൈൻ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാം ട്രാൻസ്ലേഷൻസ് ആണ്. അതായത് കമ്പൈലറിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കമ്പൈലേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് എന്താണ്? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലെവലിലേക്ക് അല്ലെങ്കിൽ മെഷീൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് മാത്രമാണ്. എന്നാൽ ഈ സെയിം അപ്രോച്ചിന്, അതായത് ഈ ട്രാൻസ്ലേഷൻ തന്നെ ഒരുപാട് വേരിയേഷൻസും കൂടെ നമ്മളുടെ കമ്പൈലറിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The compilation is typically thought of as a translation from high-level language to the machine level, but the same approach may be used to translate across several languages. നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മാത്രമാണ്. പക്ഷേ അത് മാത്രമല്ല, അതിൽ കൂടുതൽ അപ്രോച്ചസ് ഇതിന് പോസിബിളാണ്. അങ്ങനെ കുറച്ച് കോമൺ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻസ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേഷൻ ടെക്നോളജീസ് ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ്? കമ്പൈൽഡ് സിമുലേഷൻ. പിന്നെ വരുന്നത് ബൈനറി ട്രാൻസ്ലേഷൻ, പിന്നെ ഹാർഡ്വെയർ സിന്തസിസ്, ദെൻ ഡാറ്റാബേസ് ക്വറി ഇൻ്റർപ്രറ്റേഴ്സ് എക്സെട്ര. ഇങ്ങനെ പല ടൈപ്പ് ആപ്ലിക്കേഷൻ ലെവലിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ കമ്പൈലേഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കമ്പൈൽഡ് സിമുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിമുലേഷൻ്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളത് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഒന്നുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആക്കുക അല്ലെങ്കിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രോസസ്സ് കമ്പൈലർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ബൈനറി ട്രാൻസ്ലേഷനാണ്. ബൈനറി ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെഷീനകത്തുള്ള ബൈനറി ലാംഗ്വേജിനെ വേറൊരു മെഷീനകത്തിലേക്കുള്ള ഇതിലേക്ക് ബൈനറി ട്രാൻസ്ലേഷൻസ് മെഷീൻ ടു മെഷീൻ ചെയ്യുന്നതാണ് ബൈനറി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഹാർഡ്വെയർ സിന്തസിസ് ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റാബേസ് ക്വറി ഇൻ്റർപ്രറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കമ്പൈലറിൻ്റെ അപ്ലിക്കേഷനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് ഉള്ളത്. പിന്നെ വരുന്നത് സോഫ്റ്റ്വെയർ പ്രൊഡക്ടിവിറ്റി ടൂൾസാണ്. അതായത് പ്രോഗ്രാംസിനെ കുറിച്ച് നമുക്കറിയാം, പൊതുവേ ഭയങ്കര കോംപ്ലെക്സ് ആണ്. അത് പല കാരണങ്ങൾ കൊണ്ടും കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് എറേഴ്സ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഡീബഗ് ചെയ്തുകൊണ്ട് ആ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? പ്രോഗ്രാംസൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അവിടെയാണ് നമ്മളുടെ ഈ കമ്പൈലറിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. സോഫ്റ്റ്വെയർ ടൂൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒപ്റ്റിമൈസേഷൻ മാക്സിമത്തിലേക്ക് എത്തിക്കാൻ കഴിയും. പ്രോഗ്രാംസ് ആർ പോസിബിളി ദ മോസ്റ്റ് കോംപ്ലെക്സ് ടെക്നിക്കൽ ഒബ്ജക്ട്സ് എവർ ക്രിയേറ്റഡ്. ഇപ്പോൾ ഈ പ്രോഗ്രാംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പല രീതിയിലും. അതിൻ്റെ ടെക്നിക്കൽ ഒബ്ജക്റ്റ് ലെവലിലൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലെക്സിറ്റി കൂടുതലാണ്. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് പ്ലെഥോറ ഓഫ് ലിറ്റിൽ എലമെൻറ്റ്സ് ഈച്ച് ഓഫ് വിച്ച് മസ്റ്റ് ബി അക്യുറേറ്റ് ബിഫോർ ദ പ്രോഗ്രാം ക്യാൻ ഫങ്ഷൻ പ്രോപ്പർലി. അതിനകത്ത് ഒരുപാട് ലിറ്റിൽ എലമെൻറ്റ്സിൻ്റെ ഒരു ഫോമിനെയാണ്. മാത്രമല്ല അത് അക്യുറേറ്റ് ആയാൽ മാത്രമേ ഒരു പ്രോപ്പറായിട്ട് അതിൻ്റെ ഫങ്ഷൻസൊക്കെ പെർഫോം ചെയ്യുകയുള്ളൂ. അവിടെയാണ് നമ്മളുടെ ഈ പ്രൊഡക്ടിവിറ്റി ടൂൾസിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. ആസ് എ റിസൾട്ട് സോഫ്റ്റ്വെയർ മിസ്റ്റേക്സ് ആർ കോമൺ. ഇങ്ങനെ ഒരു കാരണം കൊണ്ട് തന്നെ, അതായത് പ്രോഗ്രാംസ് തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്, അത് അക്യുറേറ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർ മിസ്റ്റേക്സുകളും ഇന്നത്തെ കാലത്ത് കോമൺ ആണ്. എറേഴ്സ് ക്യാൻ കോസ് സിസ്റ്റം ടു ക്രാഷ്. സിസ്റ്റം ക്രാഷ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജനറേറ്റ് ഇൻകറക്റ്റ് റിസൾട്ട്. പലപ്പോഴും ഇൻകറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ അവൈലബിൾ ആവും. എക്സ്പോസ് എ സിസ്റ്റം ടു സെക്യൂരിറ്റി ത്രെഡ്സ്. അതുപോലെ തന്നെ ഒരുപാട് സെക്യൂരിറ്റി ത്രെഡ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓർ ഈവൻ കോസ് കാറ്റസ്ട്രോഫിക് ഫെയിലിയേഴ്സ് ഇൻ കീ സിസ്റ്റം. അതിൻ്റെ പുറമെ നമുക്ക് ഈ സിസ്റ്റത്തിനകത്തും ഒരുപാട് ഫെയിലിയേഴ്സൊക്കെ, നാശങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ടെസ്റ്റിംഗ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തഡ് ഫോർ ഡിസ്കവറിങ് എ പ്രോഗ്രാം ഫ്ലോസ്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ്? പല പ്രോഗ്രാമിംഗ് എറേഴ്സും വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ഒരു കോമൺ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ആണ്. A fascinating and interesting complementary option is the use of data flow analysis to statically discover the problems, that is before the program is run. അപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യുന്നതിൻ്റെ മുന്നേ എങ്ങനെ ഇത് ഏറ്റവും ബെറ്റർ ആക്കാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഡാറ്റ ഫ്ലോ അനാലിസിസ് ആണ്. അതൊരു പരിധി വരെയൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ മിസ്റ്റേക്സൊക്കെ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ കഴിയും. Unlike the program testing, the data flow analysis may uncover vulnerabilities along any possible execution path, not only those used by the input data set. ഈ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇൻപുട്ട് ഡാറ്റ ടെസ്റ്റിനനുസരിച്ചായിരിക്കും അതിനകത്ത്
അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും എന്നുള്ള രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഡാറ്റ ഫ്ലോ അനാലിസിസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു ഇൻപുട്ട് ഡാറ്റ സെറ്റിൻ്റെ ആ ഒരു വേന്ന് മാത്രമല്ല അവർ ഇതിൻ്റെ വൾണറബിലിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിൻ്റെ എക്സിക്യൂഷൻ പാത്തിൽ വരുന്ന എല്ലാ പോസിബിലിറ്റീസും അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഡാറ്റ ഫ്ലോ അനാലിസിസിൻ്റെ പ്രത്യേകത. Many data flow analysis techniques originally developed for compiler optimization may be used to build tools that assist programmers with their software engineering responsibilities. ഇവിടെ ഈ ഡാറ്റ ഫ്ലോ അനാലിസിസ് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ശരിക്കും നടക്കുന്നത് കമ്പൈലർ ഒപ്റ്റിമൈസേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് ടൂൾസ്, പ്രൊഡക്ടിവിറ്റി ടൂൾസ്, കമ്പൈലറിൻ്റെ പ്രൊഡക്ടിവിറ്റി ടൂൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്രോഗ്രാമേഴ്സിനെ അസിസ്റ്റ് ചെയ്യുകയും അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കമ്പൈലറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ അപ്ലിക്കേഷൻസ് ഓഫ് കമ്പൈലർ വരുന്നത്. ഫസ്റ്റ് എന്തായിരുന്നു? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു. സെക്കൻഡ് വൺ ഒപ്റ്റിമൈസേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആയിരുന്നു. തേർഡ് വൺ ഡിസൈൻ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഫോർത്ത് എന്തായിരുന്നു? പ്രോഗ്രാം ട്രാൻസ്ലേഷൻസ്. ഫിഫ്ത്ത് സോഫ്റ്റ്വെയർ പ്രൊഡക്ടിവിറ്റി ടൂൾസ്. അപ്പോൾ ഇത്രയും അപ്ലിക്കേഷൻസ് നമ്മുടെ കമ്പൈലേഴ്സിനുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് യൂസർക്ക് അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബെസ്റ്റ് ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ബെനിഫിറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൻ്റെ ഒപ്റ്റിമൈസേഷൻ കൊണ്ടുവരുന്നതിലൂടെ കമ്പ്യൂട്ടർ അത്രയും എഫിഷ്യൻ്റായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്തായിരുന്നു? ഡിസൈൻ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആയിരുന്നു. അതായത് പണ്ട് കാലത്തൊക്കെ സിസ്റ്റം ഡിസൈൻ ചെയ്തതിന് ശേഷം കമ്പൈലർ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് ഒന്നുകൂടെയും എഫിഷ്യൻ്റായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കമ്പൈലർ ഡിസൈനും കൂടെ കൊണ്ടുവന്നു. അതോടുകൂടി ഒന്നുകൂടെ ബെസ്റ്റായിട്ട് പെർഫോമൻസും കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പിന്നെ വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാം ട്രാൻസ്ലേഷൻസ് ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കോൺട്രവേഴ്സി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അതിനകത്ത് വരുന്നത് നമ്മൾ ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലെവലിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് പറയുന്നതിൻ്റെ അപ്പുറം പല വേരിയേഷൻ ഓഫ് ട്രാൻസ്ലേഷൻസും നമ്മുടെ കമ്പൈലർ ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ ഡാറ്റ ക്വറി ഇൻ്റർപ്രറ്റേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഹാർഡ്വെയർ സിന്തസിസ് ആവട്ടെ, അതല്ലെങ്കിൽ പിന്നെ വന്ന എന്തായിരുന്നു നമ്മുടെ കമ്പൈൽഡ് സിമുലേഷൻ, പിന്നെ ഒന്നുകൂടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ബൈനറി ട്രാൻസ്ലേഷൻ. അതാണ് ഏറ്റവും സിമ്പിൾ. ഓക്കെ, അപ്പോൾ അത്രയും കൺസെപ്റ്റുകളും അല്ലെങ്കിൽ അത്രയും പ്രോസസ്സുകളൊക്കെ നമ്മുടെ കമ്പൈലറിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, അതിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. പിന്നെ ലാസ്റ്റ് വന്നത് സോഫ്റ്റ്വെയർ പ്രൊഡക്ടിവിറ്റി ടൂൾസാണ്. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രോഗ്രാമേഴ്സ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റിംഗ് ചെയ്യാം, അതേപോലെ ഡാറ്റ ഫ്ലോ അനാലിസിസും ചെയ്യാം. അപ്പോൾ അതിനകത്ത് ടെസ്റ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പലപ്പോഴും ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എങ്കിൽ ഡാറ്റ ഫ്ലോ അനാലിസിസിനകത്ത് നമുക്ക് ആ കംപ്ലീറ്റ് എക്സിക്യൂഷൻ പാത്ത് തന്നെ അവൈലബിൾ ആവുന്നതാണ്. സോ അതിനകത്ത് പ്രൊഡക്ടിവിറ്റി ടൂൾസായിട്ട് നമുക്ക് ഈ കമ്പൈലറിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ടൂൾസൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ലാസ്റ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പൈലേഴ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.